സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കമ്പോണന്റ് സ്പീക്കറാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് DD ഓഡിയോയുടെ റെഡ് ലൈൻ സീരീസിൽ വരുന്ന 6.5 ഇഞ്ച് കമ്പോണന്റ് സ്പീക്കറിൻ്റെ പാക്കേജ്. വളരെ നല്ലൊരു പാക്കേജിംഗ് ആണ്. ആസ് യൂഷ്വൽ ടിപ്പിക്കൽ DD ഓഡിയോയുടെ പാക്കേജിംഗ് തന്നെയാണ്. അവരുടെ ആംപ്ലിഫയർ ആയാലും അതുപോലെ തന്നെ സബ് വൂഫേഴ്സ് ആയാലും ഇതുപോലുള്ള സ്പീക്കേഴ്സ് ആയാലും എല്ലാം ഇതുപോലെ ഒരു ബ്ലാക്ക് പാക്കേജിങ്ങിലായിട്ടാണ് വരുന്നത്. റെഡ് ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. RLC6.5 ആണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. 65 വാട്ട്സ് RMS ആണ്. 540 വാട്ട്സ് ആണ് ഇതിൻ്റെ ഒരു പീക്ക് പവർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ ബാക്കിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് മൊത്തവും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ടീറ്റർ സൈസ് 13 mm ആണ്. RMS വാട്ട്സ് എന്ന് പറയുന്നത് 65 വാട്ട്സ് ആണ്. വോയിസ് കോയിൽ 25 mm ആണ് വരുന്നത്. ഇംപെഡൻസ് 4 ohms ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് 75 ഹെഡ്സ് മുതൽ 20 kHz വരെയാണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്രീക്വൻസി ഒന്നും ഇതിലെടുക്കില്ല. ലോ ഫ്രീക്വൻസിയുടെ ആ ഒരു ഇത് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സബ് വൂഫർ ആഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. MRP വന്നിരിക്കുന്നത് 9,990 രൂപയാണ്. റേറ്റ് പല കടകളിലും പല വെൻഡേഴ്സും പല റേറ്റിനാണ് വിൽക്കുന്നത്. ഫിക്സഡ് റേറ്റ് ഒന്നും തന്നെ ഇല്ല. ഈ 9,990 നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു പാക്കേജിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പാക്കേജിംഗ് ആണ്. DDയുടെ റെഡ് ലൈനിൻ്റെ സബ് വൂഫേഴ്സ് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പാക്കേജിങ്ങിലും വ്യത്യസ്തമായിട്ട് നല്ല സേഫ് പാക്കിംഗ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പാക്കേജ് തന്നിരിക്കുന്നത്. അതിനകത്തൊരു വാറണ്ടി കാർഡുണ്ട്. DDയുടെ എലൈറ്റ് ഇൻ്റർനാഷണൽ ആണ് ഇവരുടെ ആ ഒരു ഡീലേഴ്സ് എന്ന് പറയുന്നത്. ഡൽഹി ബേസ്ഡാണ്. 1 year നമുക്ക് വാറണ്ടി ഒരു മോഡൽ അവർ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പാക്കേജിങ്ങിനകത്ത് വരുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് പാക്കേജിങ്ങിനകത്ത് വളരെ സേഫ് ആയിട്ടാണ് ഇവരുടെ ആ ഒരു സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് തരുന്നത്. തെർമോക്കോൾ പാക്കിംഗ് അല്ല, ഓൾറെഡി ബൈൻഡ് പാക്കിംഗ് ആണ്. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ ഒരു കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനിലൊന്നും അഥവാ ഒന്ന് എടുത്ത് എറിഞ്ഞാൽ പോലും വലിയ കംപ്ലയിൻസ് ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് വളരെ നല്ല പാക്കിംഗ് ആണ് DD ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 2-way കമ്പോണൻറ്റ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രോസ് ഓവേഴ്സും ട്യൂട്ടേഴ്സും അതിൻ്റെ കണക്റ്റിംഗ് കേബിൾസും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്ത് നമ്മളിതിനൊരു 2-way ഒരു സ്പീക്കർ പാക്കേജ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതൊരു വണ്ടിയിലേക്ക് വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു ഫോർച്യൂണറിലേക്ക് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ട്യൂട്ടേഴ്സ് നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ A പില്ലറും B പില്ലറിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഒരു 2-way ക്രോസ് ഓവറാണ്. വൂഫറിനും അതുപോലെ തന്നെ ട്യൂട്ടറിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉള്ള കണക്ഷൻസ് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന 2-way ക്രോസ് ഓവേഴ്സ് പോലെ തന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇൻപുട്ട് കൊടുക്കുക, ആംപ്ലിഫയർ എന്നുള്ള അല്ലെങ്കിൽ കാർ സ്റ്റീരിയോ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ട്യൂട്ടറിലും വൂഫറിലും കൊടുക്കുക, യൂസ് ചെയ്യുക. പൊളാരിറ്റി മാത്രം നമ്മൾ ശ്രദ്ധിച്ച് കൊടുത്താൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കാര്യം ആ വയറിങ്ങിനകത്ത് റെഡും ബ്ലാക്കും വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വയറിങ്ങിന് വേണ്ടിയുള്ള വയർ അവർ തന്നിരിക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പാക്കേജിനകത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ക്രോസ് ഓവർ വന്നിരിക്കുന്നത്. അതിനകത്ത് DDയുടെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്, കാണാം. അതുപോലെ തന്നെ ഇതാണ് അവരുടെ ട്യൂട്ടർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ട്യൂട്ടറാണ്. നോർമലി നമുക്ക് ഇതുപോലെയുള്ള കമ്പോണന്റ് സ്പീക്കേഴ്സിനകത്തെല്ലാം ചെറിയ ടൈപ്പ് ട്യൂട്ടേഴ്സാണ് വരുന്നത്. കാര്യം വണ്ടികളിലെ പില്ലേഴ്സിനകത്താണ് ഇത് കൂടുതലും നമ്മൾ പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഡോർസിനകത്ത് നോർമലി നമ്മളിത് ഫിക്സ് ചെയ്യാറുണ്ട്. പില്ലേഴ്സിനകത്ത് നമുക്ക് സ്പേസ് അല്ലെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിനകത്ത് ഇത് ഫിക്സ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഇതിനകത്ത് നമുക്കിത് ഇറക്കി വെച്ചത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഡാഷ്ബോർഡിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അതല്ല ഇനി A പില്ലറിനകത്തും B പില്ലറിനകത്തും നമുക്ക് അകമേ ഓൾറെഡി ഇതിനുള്ള കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പുറമേ വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. സോ അതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ഒരു കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ വളരെ ഈസി ടു യൂസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. അതുമാത്രമല്ല വളരെ നല്ലൊരു ക്വാളിറ്റിയും ഈ DDയുടെ ഓരോ സാധനങ്ങൾക്കും നമുക്ക് കാണുന്നുണ്ട്. പ്ലാസ്റ്റിക് പാക്കേജിങ് ആയാലും അതുപോലെ തന്നെ ഈ ഓരോ സാധനത്തിൻ്റെയും ബിൽഡ് ക്വാളിറ്റി വളരെ നല്ല രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂടെ വരുന്ന ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ടിൽറ്റബിൾ ആണ്. നമുക്കിത് ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ പില്ലേഴ്സിലോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ ടിൽറ്റ് ചെയ്ത് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും നമുക്കിതിൻ്റെ ആ ഒരു ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിനെ നമുക്ക് ടിൽറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ആംഗിൾസ് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നല്ലൊരു ഡിസൈനിങ് ആണ്. എന്തായാലും വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ ഒരു സംഗതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് അടുത്തതായി ഇതിൻ്റെ വൂഫറും കൂടെ ഒന്ന് പരിചയപ്പെടാം. 2-way ആയിട്ടുള്ള ഒരു കമ്പോണന്റ് സ്പീക്കറാണ്. സോ ഇതിനകത്ത് നമുക്കൊരു വൂഫറും ട്യൂട്ടറുമാണ് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ വൂഫർ എന്ന് പറയുന്നത്. നല്ലൊരു പാക്കേജിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ലോ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഈ ഒരു വൂഫറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു DD നമുക്ക് ഇതിനകത്തൊരു നല്ലൊരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്രില്ലാണ്, പ്ലാസ്റ്റിക് പ്ലസ് മെറ്റൽ വരുന്ന ഒരു ഗ്രില്ലാണ്. ആ ഒരു മെറ്റലിനകത്ത് അവരുടെ എംബ്ലം അവർ കൊടുത്തിട്ടുണ്ട്, DD എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലുക്കാണ് ഈ ഒരു സ്പീക്കർ കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു ഡയഫ്രത്തിനകത്ത് റെഡ് ലൈൻ എന്ന് പറയുന്ന അവരുടെ ഒരു മോഡൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സീരീസ് അവർ ബാഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയാണ് കാണാനായിട്ട്. നല്ല പേപ്പർ കോൺ, അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡസ്റ്റ് ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പയനിയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡസ്റ്റ് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റ് നമുക്ക് മുന്നേ പരിചയമുണ്ട് ഇവരുടെ DD സീരീസിൽ വരുന്ന സബ് വൂഫേഴ്സിനകത്ത്. ഇതേ മെറ്റീരിയൽ, ഇതേ ഒരു ടെക്സ്ചറുള്ളൊരു നല്ലൊരു കാസ്റ്റ് അയൺ ബിൽഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു നല്ലൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പീക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു DD, അതായത് വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു 2 വേ ആയിട്ട് വരുന്ന ഒരു കമ്പൗണ്ട് സ്പീക്കർ നമുക്ക് കിട്ടും. വലിയൊരു MRP ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പകുതി വില അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒരു 75% ഒക്കെ ഇതിനൊരു പ്രൈസിങ് വരുന്നുള്ളൂ. ആമസോണിലൊക്കെ സെയിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ DDയുടെ ഡീലേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ക്രോസ് ഓവർ, അതുപോലെ തന്നെ ഒരു ട്യൂറ്റർ, പിന്നെ ഒരു വൂഫർ. ഇത്രയുമാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വേണം, അതുപോലെ തന്നെ ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ സാധനം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DD റെഡ് ലൈൻ സീരീസിൽ വരുന്ന ഈ ഒരു 6.5 നോക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയനിയറിൻ്റെ കമ്പൗണ്ട് സ്പീക്കർ എടുക്കാവുന്നതാണ്. രണ്ടും നല്ല സാധനമാണ്, ട്രൈ ചെയ്ത് നോക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.